തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി. കമ്മീഷനെതിരെ തന്റെ കയ്യിൽ അണുബോംബുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അണുബോംബ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി. इलेक्शन कमीशन वोटर चोरी करा रहा है. इसके लिए करा रहा है, किसके लिए करा रहा है? बीजेपी के लिए करा रहा है. हमें मध्य प्रदेश में सस्पिशन था, लोकसभा में सस्पिशन था, महाराष्ट्र में वो थोड़ा आगे गया, स्टेट लेवल पे हमें लगा कि यहां पे चोरी हुई है. वोटर एडिशन हुआ था, 1 करोड़ वोटर्स ऐड हुए थे. फिर हम थोड़ा डिटेल में गए, हमने कहा देखो अब इलेक्शन कमीशन तो मदद नहीं कर रहा है, तो थोड़ी ग्रैन्युलैरिटी में जाना है, गहराई में जाना है. मतलब एटम बॉम्ब है, फटेगा तो आप इलेक्शन कमीशन आपको दिखेगा नहीं हिंदुस्तान में. അതേസമയം ബീഹാറിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചു. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പൊട്ടിക്കുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ? സുജിയ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടെയാണ് ശക്തമായ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരുന്നത്. അതിനു പിന്നാലെ ബീഹാറിൽ SCR കൂടി നടപ്പാക്കും എന്ന തീരുമാനം സർക്കാർ എടുത്തതോടെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തോടെ അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിലേക്ക് ഈ വിമർശനങ്ങൾ കനക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് എന്നാണ്. മധ്യപ്രദേശിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ആ സംശയങ്ങൾ കൂടുതൽ ബലം വന്നു, തെളിവുകൾ ലഭിച്ചു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ 1 കോടി വോട്ടർമാർ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾക്കകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 കോടി വോട്ടർമാരാണ് അവിടെ കൂടുതലായി ചേർക്കപ്പെട്ടത്. അത് വലിയ തരത്തിൽ തിരിമറിയാണ് എന്ന് പല ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ അണുബോംബ് കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതെപ്പോൾ പൊട്ടിക്കുമെന്നോ എപ്പോൾ പുറത്തുവിടുമോ എന്ന കാര്യമൊന്നും ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ സൂചന തന്നെ രാഹുൽ നൽകുന്നു. അതായത് ഈ വോട്ട് കൃത്രിമത്തിൽ തെളിവുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ബീഹാറിലെ പരിഷ്കരിച്ച SIR പ്രകാരമുള്ള വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുജയ, ശരി. നോബൽ മാരിക്കാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.